ഇതാണ് കോടനാട് വ്യൂ പോയിന്റ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ. കോടനാട് എന്ന് കേൾക്കുമ്പോൾ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ പേരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന കോടനാട് ടീ എസ്റ്റേറ്റ്. ഇത് റോഡിൻ്റെ ഇരുവശത്തുമായി പച്ച വിരിച്ച് കിടക്കുകയാണ്. ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇതൊരു പ്രധാന കാഴ്ച തന്നെയാണ്. ജയലളിതയുടെ ഈ എസ്റ്റേറ്റിനെ പല ഗേറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങളിത് നോക്കിയേ, ഇത് കണ്ടാൽ റോഡാണെന്ന് തോന്നുകയില്ല. അത്രയും മനോഹരമായിട്ടാണ് റോഡിൻ്റെ വശങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് വെട്ടി നിർത്തിയിരിക്കുന്നത്. ഇതാണ്ട നമ്മളെ കോടനാട് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ കാണാം എന്നാണ് പറയണത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നല്ല മഞ്ഞ് കൊണ്ട് മൂടിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് ശരിക്കും അങ്ങനെ ആ വ്യൂ കിട്ടിയിട്ടില്ല. സൂര്യനാണെങ്കിൽ നമ്മളത് കണ്ട ഉദിച്ച് വരുന്നുള്ളൂ. സൂര്യനും കൂടി ഒന്ന് ഉദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വ്യൂ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് പ്രകൃതിയുടെ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. ഊട്ടിയിൽ വരുന്നവർ പരമാവധി ഈ ഭാഗം കൂടിയും ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ഞാൻ അതിരാവിലെ എത്തിയതിൻ്റെ പേരിൽ എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ഇവിടെ 2 വാച്ച് ഗാലറിയാണ് ഉള്ളത്. ബസ്സിന് പോരുന്നവർക്ക് ബസ് സർവീസും ഇവിടെ അവൈലബിൾ ആണ്. ഇത് താഴോട്ട് ഇറങ്ങിയിട്ടുള്ള വാച്ച് ഗാലറിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾക്ക് മഞ്ഞ് പൊതച്ച് കിടക്കുന്ന മലനിരകൾ മൊത്തം കാണാൻ കഴിയും. മഞ്ഞ് കൊണ്ട് മൂടി പൊതച്ച് നിൽക്കുകയാണ്. നമുക്കത് നല്ല ക്ലിയർ ആയിട്ട് കാണാനങ്ങോട്ട് സാധിക്കണില്ല. എന്നാലും നമുക്ക് സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാം. എൻട്രൻസിൽ തന്നെയുള്ള വാച്ച് ഗാലറിയാണ് ഈ കാണുന്നത്. ഇതിന് നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിലെ കാഴ്ചകൾ കാണാൻ.
അവിടെ മറ്റേ ബൈനോക്കുലറൊക്കെ ഉണ്ട്, നമുക്ക് ദൂരെ കാഴ്ചകളൊക്കെ കാണാൻ. അതിന് 5 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഇവർ ഇപ്പോൾ ഓപ്പൺ ആകുമ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവും. ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ കാലത്ത് അങ്ങോട്ട് താഴേക്ക് പോകുമ്പോൾ ഇവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആളുകളൊക്കെ കൂടി തുടങ്ങി. ഇനി കുറച്ചും കൂടി ഒരു 8 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആളുകളൊക്കെ ആവും. നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. നമ്മളെ ലാലേട്ടൻ മറ്റേ കണ്ണൻ ദേവൻ തീയുടെ പരസ്യത്തിൽ പറയണ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ പോലെ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ കാഴ്ചകൾക്ക് ഭംഗിയൊന്ന് പ്രത്യേകത തന്നെയാണ്. ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇനി ഊട്ടി നിങ്ങൾ സന്ദർശിക്കുമ്പോൾ തീർച്ചയായും ഈ ഭാഗം കണ്ടിരിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കിയിടാനും ശ്രമിക്കുക. നമുക്കിനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമ്മൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.